എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. നേരത്തെ പറഞ്ഞില്ലേ തത്വമസി എന്ന് പറയുന്ന സംവിധാനം, നമ്മൾ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ അതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യാൻ നോക്കുക. എല്ലാ കാര്യത്തിനും കളർഫുൾ അല്ലാത്തൊരു ലൈഫ് ഉണ്ട്, ആ ലൈഫ് ആത്യന്തികമായിട്ടുള്ള ആനന്ദത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. എപ്പോൾ നിങ്ങൾ പോകുന്നത് ഭഗവാനെ കാണാനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തൊക്കെ മോശം സാഹചര്യത്തിലുള്ള ആൾക്കാരാണെങ്കിലും, എന്തൊക്കെ നെഗറ്റീവ്സ് നിങ്ങളുടെ ചുറ്റുഭാഗത്തുണ്ടെങ്കിലും, ആ കറുപ്പിനെയൊക്കെ തന്നെ തേജസ്സായിരുന്ന ഒരു ശാസ്താവ് അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്ന മൂർത്തിയിലേക്ക് നിങ്ങൾ തിരിച്ചു വിടുകയാണെങ്കിൽ അതൊക്കെ പവിത്രമായിട്ട് മാറും. അങ്ങനെ അതിനെ കണ്ടാൽ മതി. ബാക്കിയുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ ശരിയായിക്കോട്ടെ. പിന്നെ ഭഗവാൻ കാലാധിവർത്തിയായിട്ടുള്ള മൂർത്തിയാണ്. കറുപ്പ് സ്വഭാവം കാണിക്കുന്ന മൂർത്തികൾ എല്ലാവരും തന്നെ കാലദേശ അതിനെ അതിക്രമിക്കുന്ന ആൾക്കാരാണെന്നാ പറയാ. ഇപ്പൊ കൃഷ്ണൻ കറുത്ത നിറത്തിലുള്ള ആളാണ്, കാളി കറുത്ത നിറത്തിലുള്ള ആളാണ്, ശാസ്താവിന് നമ്മളിപ്പോൾ കറുപ്പ് നിറത്തിലുള്ള വസ്ത്രമാണ് ഉപയോഗിക്കുന്നത്. പല ആരാധനകൾക്കും നമ്മൾ കറുപ്പ് വസ്ത്രങ്ങളും കറുപ്പിന്റെ ഒരു കൂടുതലായിട്ടുള്ള അതിപ്രസരം നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? അവരൊക്കെ തന്നെ കാലത്തെ അതിജീവിച്ച ദേവതകളാണെന്ന് പറയാം. ഇവൻ മഹാദേവന് പോലും ചില സമയങ്ങളിൽ കറുപ്പ് വസ്ത്രങ്ങൾ